ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ്, അതിന്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്റെ വീഡിയോസ് നിങ്ങൾ ഫുൾ ആയിട്ട് കാണുക, കമന്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ വീഡിയോ അധികം ഞാൻ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ടെക് ന്യൂസിലേക്ക് തുടങ്ങല്ല. അപ്പൊ ആദ്യത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് ഹുവാവിയുടെ സൈഡിൽ നിന്നാണ്. ഹുവാവി ഒരു പുതിയ ഒരു ചിപ്സെറ്റ് 3 നാനോ ചിപ്സെറ്റ് 2026 അതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അടുത്ത വർഷമാണ് ആ ചിപ്സെറ്റ് റിലീസ് ചെയ്യണതും. അത് മാത്രമല്ല, ആ ചിപ്സെറ്റിന്റെ പ്രൊഡക്ഷനും 2026 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇൻഫിനിക്സ് യൂസേഴ്സിനുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ് ഞാൻ പറയാൻ പോകുന്നു. ഇൻഫിനിക്സിന്റെ 50 എന്ന് പറയുന്ന മോഡൽ ഉണ്ടല്ലോ, ഒരു പുതിയ മോഡലാണ്. മിഡ് റേഞ്ച് സെഗ്മെന്റിലുള്ള ഒരു അടിപൊളി സ്മാർട്ട് ഫോണാണ്. ആ സ്മാർട്ട് ഫോണിന് BGMI 90 FPS നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ അപ്ഡേറ്റ് ഓൾറെഡി ഇപ്പൊ ലോഞ്ച്ഡ് ആയിട്ടുണ്ട്. അത് നിങ്ങൾ ഗെയിമിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് അവിടെ എക്സ്ട്രീം പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രേറ്റ് നിങ്ങൾക്ക് 90 FPS നിങ്ങൾക്ക് BGMI കളിക്കാൻ പറ്റും. വാട്സാപ്പിന്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്റെ ടെക് ചാനലിൽ. അതായത്, ഇനി നമ്മുടെ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്യാം എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടു, അത് ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാത്ത ഒരു മോട്ടിവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമായിട്ട് ഇപ്പൊ വാട്സാപ്പ് നിലവിൽ വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ് ഇപ്പൊ നിലവിൽ റോൾ ഔട്ട് ആയിക്കൊണ്ടിരിക്കണം. മിക്ക ഫോണുകളിലും യൂസ് ചെയ്യുന്ന ഫോണുകൾ, ഇപ്പൊ ആൻഡ്രോയിഡ് ആയാലും iOS-ലും ഈ ഒരു അപ്ഡേറ്റ് വരുന്നതാണ്. അപ്പൊ ഇത് വാട്സാപ്പിന്റെ സൈഡിൽ നിന്ന് വരുമ്പോൾ നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. സാംസങ്ങിന്റെ വാച്ചുകൾ, അതായത് വാച്ച് 5, വാച്ച് 6, വാച്ച് 7, പിന്നെ വാച്ച് അൾട്രാ സീരീസിനൊക്കെ ഇനി അപ്നിയുടെ ഒരു പുതിയ അപ്ഡേറ്റ്, ഹെൽത്ത് അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. 36 രാജ്യങ്ങളിലാണ് ഈ ഒരു അപ്ഡേറ്റ് വരുന്നത്. ആ 36 രാജ്യങ്ങളിൽ നമ്മുടെ ഞാനിപ്പോ നിൽക്കുന്ന UAE-യിലടക്കം ആ ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നു. അപ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങണ സമയത്ത് നമ്മുടെ ബ്രീത്തിങ് പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അപകടപ്പെട്ട ഒരു കാര്യമാണ്. അത് കാരണത്താൽ നമുക്ക് സ്ട്രോക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. ഒരുപാട് ആൾക്കാർക്ക് സ്ട്രോക്ക് ഒക്കെ വരാൻ ഒരു റീസൺ പറയണത് അപ്നിയ കാരണത്താലാണ്. അതായത് ഉറങ്ങുമ്പോൾ മര്യാദക്ക് നമുക്ക് ശ്വാസം വലിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാരണത്താലാണ് നമുക്ക് സ്ട്രോക്ക് വരുന്നത്. അതിപ്പോ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാംസങ്ങിന്റെ ഗാലക്സി വാച്ചുകളിൽ ഈ ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് 36 രാജ്യങ്ങളിലാണ് ഈ ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 36 രാജ്യത്തിന്റെ ലിസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ ഏത് രാജ്യത്താണ് നിങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഗാലക്സി വാച്ച് 5, 6, 7, 7ന്റെ വലുതും 40, 42, 46ലും സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ വാച്ച് അൾട്രയിലും ഈ ഒരു അപ്ഡേറ്റ് കിട്ടുന്നതാണ്. സാംസങ്ങിന്റെ ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. പക്ഷെ ഇത് ബേറ്റ വെർഷനിലാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഗാലക്സിന്റെ S24 സീരീസിന് One UI-ന്റെ 8.0 സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 16 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. പിന്നെ S23 ഫാമിലി സീരീസിന് ജൂലൈയിൽ ഈ One UI-ന്റെ 8.0 സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ആൻഡ്രോയിഡ് 16 സോഫ്റ്റ്വെയർ അപ്ഡേറ്റും വരാൻ പോകുന്നുണ്ട്. അപ്പോ ഇനി ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഏതർ നിങ്ങൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അതിനുശേഷം ഇപ്പൊ Z Fold 6നും Z Flip 6നും One UI-ന്റെ 8.0 ആൻഡ്രോയിഡ് 16 സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഈ പറഞ്ഞ 4 സീരീസുകൾ, ഇപ്പൊ S24 ഫാമിലി സീരീസും S23 ഫാമിലി സീരീസും Z Flip 6ഉം Z Fold 6നും One UI-ന്റെ 8.0 ആൻഡ്രോയിഡ് 16 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്. റിസ്ക് ഇസ് ഓൾ ഇറ്റ്സ് യൂസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വന്നിട്ട് എന്റെ പെരട്ടിക്ക് വന്നിട്ട് കംപ്ലൈന്റ് പറയാൻ വരരുത്. ഞാൻ ജസ്റ്റ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഞാൻ പറഞ്ഞത് മാത്രം.
ജിമെയിലിന്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഞാൻ പറയാൻ പോകുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കൂടെയാണ്. ജിമെയിലിന്റെ സൈഡിൽ നിന്ന് ഇനി നമുക്ക് ജിമെയില് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സമ്മറൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരാൻ പോകുന്നുണ്ട്. സമ്മറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഒരു പാരഗ്രാഫ് അത് നമ്മൾ ചെറുതാക്കിയിട്ട് വളരെ ബുള്ളറ്റിംഗ് പോയിന്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് തരുന്നത്. പക്ഷെ ഇതാരാ നമുക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ജമൈനിയാണ് നമുക്ക് ഇത് തരാൻ പോകുന്നത്. ഇത് ഡിഫോൾട്ട് ആയിട്ട് ജമൈനി തന്നെ നമുക്ക് ഇത് സമ്മറൈസ് ചെയ്യും. ഒരുപാട് വലിയ വലിയ പാരഗ്രാഫ് ഒക്കെ നമ്മുടെ HR അല്ലെങ്കിൽ നമ്മുടെ മാനേജർമാർ ആരെങ്കിലും ഒക്കെ നമുക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബൈ ഡിഫോൾട്ട് ജിമെയിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സമ്മറൈസ് ചെയ്യും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പറയാൻ തോന്നി, എനിക്ക് പറഞ്ഞെന്ന് മാത്രം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എനിക്കും ഇഷ്ടപ്പെട്ടു ട്ടോ. വളരെ സന്തോഷം. കാരണം ഇനി ഇവിടെ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത് AI ആണ്. അതുകൊണ്ട് ഇനി മുതൽ എല്ലാവരും AI കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇതിൽ എത്ര പേര് കേൾക്കുമെന്നുള്ളത് എനിക്കറിയില്ല. കേൾക്കുന്ന ആൾക്കാർ ട്രൈ ടു ലേൺ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആപ്പിളും സാംസങ്ങും ക്വാർട്ടർ ഫസ്റ്റ് വാരം യൂറോപ്പില് ഏറ്റവും കൂടുതൽ ഡോമിനന്റ് സെയിൽ നടത്തിയ രണ്ട് കമ്പനികൾ. അതിൽ ഒന്ന് ആപ്പിളും രണ്ടാമത് സാംസങ്. ഇപ്രാവശ്യം ഏറ്റവും ലീഡിങ് ഏറ്റവും കൂടുതൽ സെല്ല് നടത്തിയ മോഡല് 1, 2, 3 സ്ഥാനങ്ങളിൽ ആപ്പിൾ ആണുള്ളത്. ബാക്കി 4, 5, 6 അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ സാംസങ് ആണ്. അതിൽ ഏറ്റവും അവസാന സ്ഥാനം ആദ്യം അത് പറയാലോ, സാംസങ്ങിന്റെ S25 അൾട്ര. ഒന്നാം സ്ഥാനം ആർക്കാന്ന് പറയാം, $multi-trillion കമ്പനിയായ ആപ്പിളിന്റെ 16 Pro Max ആണ് രണ്ടാം സ്ഥാനം. 16 Pro Max രണ്ടാം സ്ഥാനം. ഒന്നാം സ്ഥാനം iPhone 16 Pro ആണ്. സാംസങ്ങിനൊക്കെ മറികടന്നു. ഇതിൽ S25 അൾട്ര പിന്നോട്ട് പോവാനുള്ള ഒരൊറ്റ റീസൺ ഞാൻ നിങ്ങളെ മുന്നിൽ റിവീൽ ചെയ്യണം. ഇനി നിങ്ങൾക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ആ ഒരു പ്രശ്നം. ഒന്നാമത്, യവന്മാര് ഇതിന്റെ ബാറ്ററി മാറ്റിയിട്ടില്ല. അതായത് 5000 mAh നിന്ന് ഒരു 5850 mAh 6000 mAh ആയിരുന്നെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ ആയിരുന്നു. 45 വാട്ട്സ് ഓക്കെ, ഞാനത് ഓക്കെ എന്ന് പറയുന്നു. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നീട് ക്യാമറയിലുള്ള ലോഗും കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാനൊന്നും അറിയില്ല. സത്യത്തിൽ അതൊരു പ്രൊഫഷണൽ യൂസ് ഉള്ള ഒരു സാധനമാണ് ലോഗ്. അത് യൂസ് ചെയ്യാൻ അറിയുന്നവന് മാത്രമേ ലോഗ് കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ ഇനിയിപ്പോ പറയാൻ നിൽക്കുന്നില്ല. ഏറ്റവും വലിയ ഡ്രോബാക്ക് യവന്മാർ കൊടുക്കുന്നത് എവിടെ നിന്നോ, ആ സ്റ്റൈലസിന്റെ ബ്ലൂടൂത്ത് ഫീച്ചർ അവരെടുത്ത് കളഞ്ഞത്. ദാറ്റ് വാസ് ടോട്ടലി ഇറ്റ്സ് എ ഡ്രാസ്റ്റിക് എന്ന് വേണം പറയാം. എനിക്ക് അതുകൊണ്ടാണ് S25 അൾട്ര ഇഷ്ടപ്പെടാത്തൊരു റീസൺ. അത് വെച്ച് നോക്കുമ്പോൾ S24 നമുക്ക് എല്ലാ പെന്നിന്റെ ഫീച്ചേഴ്സും വർക്കും ചെയ്യും, ഗസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് എന്താ പറയാ, ആ S24 അൾട്രയുടെ പെന്ന് വെച്ചിട്ട് നമുക്ക് S9 അൾട്രയിലടക്കം വരെ യൂസ് ചെയ്യാം. ആ ഒരു ഓപ്ഷന് പോലും ഈ S25 അൾട്രക്ക്, അവരുടെ S10 അൾട്രക്ക് പോലും ആ പെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെ ഷോക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും S25 അൾട്ര മേടിക്കുന്നതിന് പകരം S24 അൾട്ര മേടിക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് Q1 വാരം യൂറോപ്യൻ മാർക്കറ്റിൽ S25 അൾട്ര ഏറ്റവും പിന്നിലാണുള്ളത് സ്ഥാനത്ത്. പറയണമെന്ന് തോന്നി, ഷെയർ ചെയ്യണമെന്നും തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. ഇനി എന്നെ പൊങ്കാല കയറിയിടാൻ വരരുത്. ഞാൻ ഇനി പറയാം സാംസങ് വിരോധിയാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇതാണ് റൈറ്റ് ഇൻഫോർമേഷൻ. കാരണം ഒരുപാട് വലിയ മേജർ അപ്ഗ്രേഡ്സ് ഒന്നും യവന്മാർ ഇതിൽ കൊടുത്തിട്ടില്ല. ആകെ അപ്ഗ്രേഡ് കൊടുക്കുന്നത് ഇതിന്റെ ഡിസ്പ്ലേ ഒന്ന് വലിപ്പം കൂട്ടി 6.9 ഇഞ്ച് S25 അൾട്രയിലാക്കി. രണ്ടാമത്തെ ലോഗോ ഓപ്ഷന് AI ഫീച്ചേഴ്സ് കുറച്ച് കൂടുതൽ കൂടുന്നു. പിന്നെ നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടി എന്ന് മാത്രം. ബാക്കിയുടെ കാര്യത്തിൽ, ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല. പിന്നെ സ്റ്റൈലസ്, അതാണ് മെയിൻ ഹൈലൈറ്റ്.
അതും ഇതിൽ കൊടുത്തിട്ടില്ല. അത് കാരണത്താൽ എനിക്ക് S25 അൾട്ര ഞാൻ ആരോട് റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്ന് പറയേണ്ടതാണ്. ജൂലൈ 3 നത്തിങ് ഫോൺ 3 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ചെറിയൊരു ഹിന്റ് റൂമേഴ്സും റെൻഡേഴ്സും ലീഡ് ആയിട്ടുണ്ട്. പക്ഷെ ഇതില് ഒറ്റ കാര്യം അവർ എടുത്തു കളഞ്ഞു. എന്താണെന്നറിയോ? ആ ഗ്ലിഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം അവർ സത്യത്തിൽ അത് മൊത്തം എടുത്തു കളഞ്ഞു. അതിന്റെ പകരം അവരത് ഡോട്ട് മാട്രിക്സ് ലൈറ്റിംഗ് സിസ്റ്റം ആക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. പിന്നെ കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 അല്ല, എലൈറ്റ് ചിപ്സെറ്റ് വരില്ല എന്നാണ് പറയുന്നത്. അതിന്റെ പകരം ഇത് സ്നാപ്ഡ്രാഗന്റെ 8s Gen 4 ചിപ്സെറ്റ് ആണ് വരാൻ പോകുന്നത്. LPDDR5X റാം, UFS 4.0 ഒക്കെ വെച്ചിട്ടായിരിക്കും ഇതാറുന്നത്. ആ ഒരു കാര്യത്തിലാണ് എനിക്ക് ഇത്രയും കാലം നിങ്ങൾ ഇത്രയും ഹൈപ്പൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ സ്നാപ്ഡ്രാഗന്റെ 8 ലൈറ്റിന് പകരം നിങ്ങൾ സ്നാപ്ഡ്രാഗന്റെ 8s Gen 4 ചിപ്സെറ്റ് ഇറക്കുന്ന കാര്യത്തില് എനിക്ക് വലിയൊരു മതിപ്പ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാൽപ്പയണ്ണ, പ്ലീസ് നിങ്ങൾ ഇങ്ങനെ ഒരു ഹൈപ്പ് കൊടുക്കല്ലേ പ്ലീസ്. കാരണം ഞങ്ങൾക്ക് താങ്ങാൻ വയ്യ, നത്തിങ് യൂസേഴ്സിന് അത് താങ്ങാൻ വയ്യ. രണ്ടാമത്തെ ഒരു കാര്യം, എനിക്ക് പേഴ്സണലായിട്ട് ഈ നത്തിങ് ഫോൺ 2A വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫോണാണ്. ഗ്ലിഫ് ഇന്റർഫേസിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് മ്യൂസിക് കമ്പോസ് ചെയ്യാം, നമുക്ക് വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ആ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ റിംഗ് ടോൺ ഒക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ കിടന്ന് ലൈറ്റ് അടിക്കലും ഒക്കെ ഭയങ്കര രസമാണ്. പക്ഷെ നിങ്ങള് ഈ തേർഡ് പാർട്ടി പ്രോഗ്രസ് എന്ന സംഭവമുണ്ട്, അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാല് നമ്മൾ ഈ സൊമാറ്റോ അതേപോലെ കാലണ്ടറിൽ മാത്രം നമുക്ക് ഈ ഡെലിവറി നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് കാൽപ്പയ എണ്ണനോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കാൽപ്പയ എണ്ണ. അതായത് നിങ്ങൾ ആ ഗ്ലിഫ് ഇന്റർഫേസിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട്. അതുവരെ ആരും പറയാത്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ പറയാൻ പോകുന്നത്. പ്ലീസ്, ആ ഗ്ലിഫ് ഇന്റർഫേസിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഡെലിവറി ചെയ്യുന്ന എല്ലാ തേർഡ് പാർട്ടി, സൊമാറ്റോ ആയാലും നൂൺ ആയാലും തലബാത്ത് ആയാലും KFC ആയാലും ആഡീസ് ആയാലും എന്ത് ആപ്ലിക്കേഷൻസും ഡെലിവറി ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആ പ്രോഗ്രസ് ബാറിൽ അത് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചറായി മാറിയതിന്. പക്ഷെ നിങ്ങൾ അത് കൊണ്ടുവന്നില്ല. അതിന് പകരം നിങ്ങൾ ജസ്റ്റ് ഒരു സൊമാറ്റോ പിന്നെ ഗൂഗിളിന്റെ ഈവന്റ് പരിപാടി മാത്രമേ നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ആ ഒരു കാരണത്താൽ എനിക്ക് ഇച്ചിരി ഒരു ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്ത്. ഇനി നിങ്ങൾ പുതിയ അപ്ഡേറ്റുകളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നത്തിങ് 2A, നത്തിങ് 1, 2, 3A Pro ഗ്ലിഫ് ഇന്റർഫേസിന്റെ ലൈറ്റ് വർക്ക് ചെയ്യുമല്ലോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു പറഞ്ഞ ഫോണുകളിലൊക്കെ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് കേട്ടാൽ മതി, എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട. നിങ്ങൾ അടുത്ത അപ്ഡേറ്റിൽ ഇതൊക്കെ കൊണ്ടുവരണം എന്നാണ് എനിക്ക് നിങ്ങളോട് കാൽപ്പയ അണ്ണനോട് എനിക്ക് പറയാനുള്ളത്. റിയൽമിയുടെ C73 എന്ന് പറയുന്ന ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിലുള്ള ഒരു ഫോണാണെന്നൊക്കെ നമുക്ക് പറയാം. അത് ഡിമെൻസിറ്റിന്റെ 6300 ചിപ്സെറ്റ് ആണ്, 2.4 GHz ചിപ്സെറ്റ്, 4K 30fps ഒക്കെ സപ്പോർട്ട് ചെയ്യും, 6000 mAh ബാറ്ററി, 6.7 HD+ റെസൊല്യൂഷൻ ഒക്കെയാണ്, 120 Hz റിഫ്രഷിംഗ് റേറ്റ് ഒക്കെ ഞാൻ പറയുന്നു. പക്ഷെ എനിക്ക് ഒറ്റ കാര്യം ഈ റിയൽമിക്കാരോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, പ്ലീസ് നിങ്ങൾ ഈ റിയൽമിയുടെ C63 എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട്, അതിന്റെ അതേ ഡിസൈനും വെച്ചിട്ട് അതേ പാറ്റേണും ഒന്നിനും പറ്റാത്ത ഡിസൈനും വെച്ചിട്ട് നിങ്ങൾ ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കാര്യമില്ല. കാരണം നിങ്ങളുടെ റിയൽമിയുടെ C65 ഈ ഒരേ പാറ്റേൺ ഡിസൈൻ, അതായത് ഗാലക്സി S21 അൾട്രയും S21 അതേ ഡിസൈനും ഒക്കെ കോപ്പിയാണ്. എന്നാലും പറയാണ് ആ ഒരു സെയിം പാറ്റേൺ വെച്ചിട്ട് ഫോണുകൾ ഇങ്ങനെ ഇറക്കല്ല. നിങ്ങൾ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നല്ല നല്ല അടിപൊളി ഡിസൈനൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സ്മാർട്ട് ഫോണുകൾ ഇറക്കാം. മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുമ്പോൾ ഒരു ചാത്താപ്പൻ ചിപ്സെറ്റ് വെച്ചിട്ട് ഇറക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് വല്ല മത്സരം ഉണ്ടോ ഒരു വർഷത്തിനുള്ളിൽ ഇത്ര മിഡ് റേഞ്ച് സെഗ്മെന്റ് ഒരേ ചിപ്സെറ്റും ഏകദേശം ഒരേപോലത്തെ ഡിസൈനുള്ള ഫോണുകൾ ഇറക്കണം എന്നുള്ളത് വലിയ
നിങ്ങൾക്ക് വല്ല വാശിയുണ്ടോ? എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതാണ്. ഏഹ് ഒരേപോലത്തെ ഡിസൈൻ, ഒരേപോലത്തെ ചിപ്സെറ്റ്, P1 ഒരേപോലത്തെ ചിപ്സെറ്റ്, P2 വേറെ P2 ഏകദേശം അതേപോലത്തെ ചിപ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഇറക്കുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളെ മുന്നോട്ടുള്ള യാത്ര എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് സത്യത്തില് എന്താണ് നിങ്ങൾ തീരുമാനിക്കുന്നതും എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇനി ഈ ആപ്പിളിന്റെ സാംസങ്ങിന്റെ പോലെ ഡിസൈനേഴ്സ് ഇല്ല എന്നുള്ളത് ഒരു ഷോക്കായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എസ്പെഷ്യലി ഫോർ മിഡ് റേഞ്ചിലേക്ക് വരുമ്പോൾ ഒരു ഷോകം, അത്രേ പറയുള്ളൂ. ആയിട്ടുള്ള ഷോക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. മിഡ് റേഞ്ച് സെഗ്മെന്റിലേക്ക് വരുമ്പോൾ റിയൽമി ഒരു ഷോക്കായിട്ട് മാറുന്ന ഒരു ഫീലിംഗ്. പക്ഷെ ഫ്ലാഗ്ഷിപ്പിലേക്ക് വരുമ്പോൾ ഒരു ടോപ്പ് ഓഫ് ദ നോച്ചും, മിഡ് റേഞ്ചിലേക്ക് വരുമ്പോൾ ഫ്ലോപ്പ് ആയിട്ട് മാറുന്ന ഒരു കമ്പനിയായിട്ട് എനിക്ക് മാറുന്ന ഒരു ഫീലിംഗ് എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയ കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ടത് മുഖത്തെയും പറഞ്ഞിട്ടുണ്ട്. എത്ര ആൾക്കാർ ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പോയിട്ട് ഒന്ന് കമന്റ് ചെയ്യുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി എന്റെ പൊങ്കാല വീണ്ടും ഞാൻ പറയണം, എന്നെ പൊങ്കാല കയറ്റാൻ വരരുത്. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. എനിക്ക് വളരെ ഡിസാസ്റ്റർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അടുത്ത അപ്ഡേറ്റ്, നമുക്ക് ഗെയിമിംഗ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം. റെഡ് മാജിക്കിന്റെ ഒരു പുതിയൊരു ഗെയിമിംഗ് ടാബ്ലറ്റ് ജൂൺ 11 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ചൈനയിലാണ് അതിന്റെ ലോഞ്ച്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടാബിന് ഇതിന്റെ സൈസാണ് ഇതിൽ ഏറ്റവും മാറ്റർ. ഏറ്റവും വലിയ പോർട്ടബിൾ സൈസാണ്. 9 ഇഞ്ചാണ് വരുന്നത്. ഐപാഡ് മിനിയുടെ അതേ സ്ക്രീൻ സൈസ് ഉള്ള ഒരു ടാബ്ലറ്റ് ആണ് വരുന്നത്. OLED ടാബ്ലറ്റ് 9 ഇഞ്ച്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ സ്നാപ്ഡ്രാഗന്റെ 80 ലൈറ്റ് ചിപ്സ്, 4.32 GHz, 24 GB റാം. അതിശയമൊന്നുമില്ല, കാരണം ഗെയിമിംഗ് സാധനം. LPDDR5X, UFS 4.0. പിന്നെ ആൻഡ്രോയിഡ് സ്ട്രൈറ്റ് 15 വരുന്നത്. പിന്നെ ചേംബർ കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ട്. പിന്നെ ഒന്നുകൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബാറ്ററി 8240 mAh ബാറ്ററിയാണ് റെഡ് മാജിക്കിന്റെ ടാബ് 3 പ്രോന് വരാൻ പോകുന്നത്. റെൻഡർ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്, പോയിട്ട് കാണാം. OnePlusന്റെ 13S എന്ന് പറയുന്ന മോഡല് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ചെറിയ സ്ക്രീൻ സൈസുള്ള ഫോണാണ്. 6.3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗന്റെ 80 ലൈറ്റ് ചിപ്സെറ്റ്, LPDDR5X റാം, UFS 4.0, 256 12GB, 512GB ആണെങ്കിൽ നിങ്ങൾക്ക് 16GB റാമിൽ കിട്ടും. 4K 60 FPS ഷൂട്ട് ചെയ്യാം. പിന്നെ 2 ക്യാമറാസ് ആണ് വരുന്നത്. ഒന്ന് 50 മെഗാ പിക്സലും രണ്ടാമത്തത് 8 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് ക്യാമറയാണ് വരുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാറ്ററിയാണ്. 5850 mAh കാർബൺ സിലിക്കൺ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അതും 80 വാട്ട്സിന്റെ സൂപ്പർ വൂക്ക് ചാർജറാണ് ഇതിൽ വരാൻ പോകുന്നത്. പിന്നെ അത് പോരാണ്ട് ഇവരുടെ അനിയന്റെ ഒരു സംഭവം ഇതിലുണ്ട്. റിയൽമി GT7 ബൈപാസ് ചാർജിങ്ങും ഇതിൽ ഗെയിം കളിക്കുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യും. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണും കൂടെയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. പിന്നെ 7 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രെയിംസ് ഒന്നും ഡ്രോപ്പ് ചെയ്യില്ല. 120 FPS നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 7 മണിക്കൂർ കളിക്കാം. ഒരു ഫ്രെയിം ഡ്രോപ്പിംഗ് ഒന്നും ഇല്ലാണ്ട് ഫുൾ എക്സ്ട്രീം HD ഇട്ട 120 FPS 7 മണിക്കൂർ ഫ്രെയിം ഡ്രോപ്പ് ചെയ്യാണ്ട് കളിക്കാൻ പറ്റും. ഇനി എന്താ വേണ്ട മക്കളെ? S25 എഡ്ജ് വേഴ്സസ് OnePlus 13S വെച്ച് നോക്കുമ്പോണ്ടല്ലോ, OnePlus 13S ആണ് ഫാർ ബെറ്റർ ദാൻ സാംസങ് S25 എഡ്ജ്. അവര് വേൾഡിലെ ഏറ്റവും വലിയ സ്ലീക്കസ്റ്റ് ഫോൺ ആക്കിയിട്ട് ഡ്രാസ്റ്റിക് ആയിട്ട് ബാറ്ററിന്റെ കാര്യത്തിൽ വരുമ്പോൾ വളരെ ശോകം. അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ശോകകരം, അതിലേറെ ശോകകരം. $multi കമ്പനി, അതായത് നമ്മുടെ ഐഫോണ് 17 എയറിനും 6.3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറക്കാൻ പോകുന്നത്. 6.1 അല്ല, അതിന് പകരം 6.3 ഇഞ്ചാണ് വരുന്നത്. ഏറ്റവും വലിയൊരു സന്തോഷം കൂടെ ഇതിൽ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി യവന്മാര് ഈ 2 മോഡലുകള് 17 എയറിനും 120 ഹേർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് കൊണ്ടുവരാൻ പോകുന്നു. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ പറയണത് നിങ്ങൾ കേട്ടല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത്.
നിങ്ങൾ അറ്റ്ലീസ്റ്റ് കേട്ടു. ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ് 60 ഹേർട്സ് യു ഗൈസ് ട്രൈ ടു ബ്രിങ് 120 ഹേർട്സ്. നല്ല തീരുമാനം, അടിപൊളി തീരുമാനം. ഇനി നിങ്ങൾ അടുത്ത ഐപാഡിലും 120 ഹേർട്സ് നിങ്ങൾ കൊണ്ടുവരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊണ്ടുവരണം നിങ്ങൾ. പക്ഷെ ഇത് പ്രൊമോഷൻ എന്ന് പറഞ്ഞ സംഭവം ഇതിലില്ല. അതായത് പ്രൊമോഷൻ എന്ന് പറഞ്ഞത് അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ് ഐപാഡ് 17 17 എയറില്ല. അതിന് പകരം സ്ട്രൈറ്റ് 60 അല്ലെങ്കിൽ 120 ചെയ്യാം. ഇനി അഥവാ നിങ്ങൾ 60 ഇട്ടാൽ 60 ഹേർട്സിലാവും, 120 ഇട്ടാൽ 120 ഹേർട്സ് ആവും. അങ്ങനെ ആയിരിക്കും വരാൻ സെറ്റ്. കേട്ടത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് ആരാണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ഗർമാൻ ആണ് ഈ ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നത്. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റ് ഞാൻ പറയാൻ പോകുന്നത് iOSന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പറയാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് iOSന്റെ 19ന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അല്ല മക്കളെ വരാൻ പോകുന്നത്. അതിന് പകരം iOS 26 ആണ് വരാൻ പോകുന്നത്. ഇതാരാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ഗർമാൻ, ബ്ലൂമറാങ്ങിന്റെ ഒരു വലിയ ഒരു പത്രപ്രവർത്തകൻ. അയാളാണ് ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ മുന്നിൽ ഷെയർ ചെയ്തത്. അയാളുടെ സോഴ്സുകൾ ഉണ്ടല്ലോ ഭയങ്കര റിലയബിളാ. ഫുട്ബോളിന്റെ മാന്ത്രികൻ ഫബ്രീസിയോ റൊമാനോടെ പോലത്തെ ഒരു വ്യക്തിയാണ് ഇയാൾ. അത്രക്കും ആക്യുറസിയാണ്. 100% ആക്യുറസി കാര്യങ്ങൾ ആപ്പിളിനെ കുറിച്ചിട്ട് പറയുള്ളൂ അയാൾ. അതാണ് അയാളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് എനിക്ക് അയാളെ അങ്ങനത്തെ ഇഷ്ടം. ഇവിടെ ഇനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നത് iOS 26ന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് വരാൻ പോകും. ഇതിന്റെ ലൈവ് ഇവന്റ് നാളെ നടക്കുന്നുണ്ട്. അമേരിക്കയിലാണ് ഇതിന്റെ ലൈവ് ഇവന്റ്. നാട്ടിലത്തെ 10 മണിയും 10:30, ഇവിടുത്തെ ഒരു ഏകദേശം 8:30 മണിക്ക് ലൈവ് ഇവന്റ് നടക്കും. ഇത് ലൈവ് ഇവന്റ് ആപ്പിൾ TV അതേപോലെ ആപ്പിൾ യൂസേഴ്സിനൊക്കെ ഈ ലൈവ് ഇവന്റ് കാണാൻ പറ്റും. ഈ iOS 26 വരാൻ പോകുന്നത് ഫസ്റ്റില് iPhone 17 സീരീസിലാണ് ഇത് ലോഞ്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഐപാഡിൽ ഒക്കെ ലോഞ്ച് ചെയ്യും. ഇവരിതിൽ 26 കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്ഡേറ്റ് സ്ക്രാച്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. 3 മാസം നിങ്ങൾക്ക് ഈ iOS 26 ബേറ്റ വെർഷന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ട്രൈ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഈ ലൈവ് ഇവന്റ് നടക്കുന്ന സമയത്ത് ഒരുപാട് ഡെവലപ്പേഴ്സുമാരെ ഇവർ വിളിപ്പിക്കും. ഔട്ട്സോഴ്സസ് ഡെവലപ്പർമാരൊക്കെ വിളിപ്പിച്ചിട്ട് ഇവർ കുറെ ടെസ്റ്റിംഗ് നടത്തും ആ 3 മാസം. അതിൽ നിന്ന് ടെസ്റ്റിങ്ങിൽ വിജയം കണ്ടു കഴിഞ്ഞാൽ അത് ഫുൾ വെർഷൻ ആക്കുന്നതും. പക്ഷെ ആ ഫുൾ വെർഷനും ഒരുപാട് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ 26ൽ അത് മൊത്തം പ്രോബ്ലം ഇവർ സോൾവ് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഇവരിത് 26 ആക്കിയത്. ഇപ്പൊ ഇത് 2026 ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് സെപ്റ്റംബർ മുതൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാലോ, മാസം എന്തായാലും മുക്കാലായി. ഇപ്പൊ ജൂണായി. ഇപ്പൊ ഇത് ഇനി ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോ തന്നെ ഒരു ഏകദേശം അടുത്ത മാസത്തിന്റെ പകുതി സ്റ്റാർട്ട് ആവാനായി. അപ്പൊ ഒരു അടുത്ത ജൂലൈക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇവരെന്താവും, ഒരു ഫുൾ ആക്കാൻ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ ഒരുപാട് റിഫൈൻമെന്റ്സും കാര്യങ്ങളും ഇവരിതിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നേരത്തെ നമ്മുടെ ഐഫോണ് ഐപാഡിനും ഒരേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് പോയിരുന്നത്. ഇതിലിപ്പോ iOS 18 ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ടാബ്ലറ്റിലും iOS 18 കിട്ടിയിരുന്നു. പക്ഷെ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് വരുമ്പോ അവിടെയായിരുന്നു ഏറ്റവും വലിയ ഡൗട്ട്. അവിടെ 18 കൊടുക്കുന്ന പകരം ഇവിടെ 15.2 കൊടുത്തു. അപ്പൊ ഇവർക്ക് ആ ഒരു പ്രോബ്ലം ഒരുപാട് യൂസേഴ്സിനെ ഫേസ് ചെയ്തിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ 3 ഡിവൈസും യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 2 ഡിവൈസുകളിലും ഒരേ അപ്ഡേറ്റും ലാപ്ടോപ്പിനും മാത്രം വേറൊരു അപ്ഡേറ്റും. അപ്പൊ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് എല്ലാ എക്കോസിസ്റ്റത്തിനും iOSന്റെ 26ന്റെ അപ്ഡേറ്റ് വരാൻ പോകുന്നത്. അപ്ഡേറ്റ് ഒന്നും കൂടെ ഞാൻ പറയണേ. ഒന്ന് ഐഫോണ്, ഐപാഡ്, മാക് OS, മാക് ലാപ്ടോപ്സ് ഒക്കെ iOS 26ന്റെ അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. ആപ്പിൾ ടിവിക്കും iOSന്റെ 26ന്റെ അപ്ഡേറ്റ് വരാൻ പോകുന്നത്. ഇനി ആപ്പിളിന്റെ വാച്ചിനും iOSന്റെ വാച്ച് OS 26ന്റെ അപ്ഡേറ്റ് വരാൻ പോകുന്നു. അപ്പൊ എല്ലാവർക്കും
എല്ലാ യൂസേഴ്സിനും ഈ യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞ എല്ലാ ഡിവൈസുകൾക്കും ഒരേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണോ? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നി. ഇനി മാക് OS യൂസ് ചെയ്യുന്ന ആൾക്കാര് അപ്ഡേറ്റുകൾ, നേരത്തെ അപ്ഡേറ്റുകൾ പേരുകള് യവന്മാര് അമേരിക്കയിലെ ഓരോ സിറ്റികളുടെ പേരുകളാണ് ഇവര് ഇട്ടിരുന്നത്. ഈ സിക്കുവ അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇപ്രാവശ്യം അത് പേര് മാറ്റാൻ പോവാണ്. പേര് മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവർ അമേരിക്കയിലുള്ള ലേക്കുകളുടെ പേരുകളായിരിക്കും ഇനി മാക് OSന് വരാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തോ? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കമ്പനി, $3 ട്രില്യൺ കമ്പനി, അവരുടെ OSന് അവരുടെ സ്ഥലത്തിന്റെ പേര് ഇടുന്നതും അത് പോരാണ്ട് അത് മാറ്റിയിട്ടിപ്പ ലേക്കിന്റെ പേരും തടാകത്തിന്റെ പേരൊക്കെ ഇടാന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഫീൽ ചെയ്തെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ഈ ലോഗോ കാര്യങ്ങളൊക്കെ നല്ല മാറ്റങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലാസി ടൈപ്പ് ഫീലിംഗ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടെ ഇതിൽ പറയാനുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഇവരിത് ശരിക്കും വെൽ റിഫൈൻഡ് ലെവലിലേക്ക് ഇവർ കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ iOSന്റെ 26 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. പിന്നെ വേറെ ഒരു അപ്ഡേറ്റും കൂടെ ഇതിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ എയർപോർട്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പുതിയ അപ്ഡേറ്റും കൂടെ വരാൻ പോകുന്നുണ്ട്. ഈ ഒരു ലൈവ് ഇവന്റിൽ വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റും കൂടെ. അതായത് ഇനി നിങ്ങൾ ഈ ഐപാഡ് പ്രോ, ഈ എയർപോർട്സ് പ്രോ, ഐപാഡ് പ്രോ എന്നാ പറഞ്ഞത്, ഐപാഡ് പ്രോ അല്ല, എയർപോർട്സ് പ്രോ, എയർപോർട്സ് 4th ജനറേഷൻ ഒക്കെ ഇനി നിങ്ങൾക്ക് ലൈവ് ട്രാൻസ്ലേഷൻ കോഡും കൂടെ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. സാംസങ്ങിന്റെ ബഡ്സ് 3 പ്രോനും ബഡ്സ് 3നും ഈ ഒരു സെയിം ഫീച്ചർ ഉണ്ട്. അപ്പോൾ ഇത് കോപ്പടിച്ചോ എന്ന് ചോദിച്ചാൽ അസലായിട്ട് പറയാം, ഇത് കോപ്പടിച്ചെന്നൊരു കാര്യം പറയാം. പക്ഷെ ഇത് ആപ്പിൾ യൂസേഴ്സിന് ഇത് വലിയൊരു കാര്യം. ഈ ലൈവ് ഇവന്റിൽ എന്തായാലും ഇത് വരും. ലൈവ് ട്രാൻസ്ലേഷൻ കോഡും ഇനി ആപ്പിളിന്റെ എയർപോർട്സ് പ്രോ 2നും അതേപോലെ തന്നെ എയർപോർട്സ് 4നും എന്തായാലും ഇത് ലോഞ്ച് ചെയ്യും. അപ്പൊ ഈ ഒരു ലൈവ് ഇവന്റ് ഒരു സംഭവമായിട്ട് നമുക്ക് കാണാം എന്നാണ് പറയുന്നത്. അപ്പൊ ജനറലായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതിൽ പറയാനുള്ളത്, ഇവര് ഈ iOS 26 വെൽ റിഫൈൻഡ് ആക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. ഇനി 2026-27 ഇനി 26-27 അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡിജിറ്റുകളിലേക്ക് മാറും ആണെന്ന് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലായി എന്നാണ് എന്റെ ഒരു നിഗമനം. അപ്പൊ അതിനും വീണ്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു ന്യൂസ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ വീണ്ടും പറയണം എല്ലാവരും എന്റെ വീഡിയോസിന് വേണ്ടി ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.